ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി ഗവൺമെന്റിൽ മന്ത്രിയായ ജിൻസൺ ആൻഡോ ചാൾസിനെ മാർസിലിയ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. വളരെ ശ്രദ്ധേയമായ ഒരു രാജ്യത്ത് ജിൻസൺ ആൻഡോ ചാൾസിന്റെ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനം പകരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പുകൾ ആ രാജ്യത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഉള്ളതാണെന്നതിൽ അഭിമാനം പകരുന്നതായി ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. സിഡ്നി, മെൽബൺ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ പ്രശസ്തമായ സ്ഥലങ്ങളാണ്. ആർക്കും അതിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ തനിമയുള്ള സംസ്കാരവും അവിടുത്തെ ഭക്ഷണക്രമവും അവിടുത്തെ ഭാഷ ഇംഗ്ലീഷാണ്, നമുക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ. അത് ഓസ്ട്രേലിയൻ ഉച്ചാരണ പ്രത്യേകത കൊണ്ടും നമുക്ക് പ്രത്യേക ഉച്ചാരണമൊന്നും ഇല്ലാത്തതുകൊണ്ടും അത് കണ്ടെത്താനൊക്കെ വിഷമമാണ്. പിന്നെ നമ്മൾ അധ്വാനിച്ചുമൊക്കെ അതെല്ലാം മനസ്സിലാക്കി എടുക്കുന്നതേ ഉള്ളൂ. ജിൻസൺ ആൻഡോ ചാൾസിനെ പൊന്നാടി അണിയിച്ചും മെമന്റോ നൽകിയും ബിഷപ്പ് ആദരിച്ചു. കഠിനാധ്വാനത്തിലൂടെ പരിശ്രമിച്ചാൽ നമുക്കുള്ള സ്ഥാനം എവിടെയും കാണുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ജിൻസൺ ആൻഡോ ചാൾസ് പറഞ്ഞു. വിൻസെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ഇംഗ്ലീഷ് പറയുക എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു ബുക്കിൽ പേര് എഴുതി തരുന്നു. അല്ലെ ഒരു വർഷം ബോർഡിങ്ങിലുണ്ടായിരുന്ന ബുക്കിങ്ങിന് ഇപ്പം സണ്ണിയാണ് മലയാളം പറയുന്നത് കേൾക്കുന്നെങ്കിൽ സണ്ണിയുടെ പേര് എഴുതിയിട്ട് സണ്ണിക്ക് കൊടുക്കും. സണ്ണി അടുത്തയാളെ കേട്ടിട്ടുണ്ട്, അടുത്തയാൾക്ക് കൊടുക്കും. അപ്പോൾ ലാസ്റ്റത്തെ പീരീഡ് ആകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ സമ്മാനങ്ങൾ കിട്ടുന്നൊരു രീതി ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചൂരലൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. ആ ചൂരലൊന്നും പാഴായില്ലെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അതിൽ നിന്നെല്ലാം കൃത്യമായ ഒരു രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞർ ജോസഫ് കണിയടിക്കൽ, നഴ്സിംഗ് വിഭാഗം ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കിണിയാമ്പടിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ.